നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 4 കിരീടങ്ങൾ നേടിക്കൊണ്ട് ക്വാഡ്രപ്പിൾ പൂർത്തിയാക്കാനുള്ള ഒരു സുവർണാവസരം ഇപ്പോൾ PSG മുന്നിലുണ്ട്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടം അവർ സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല, ലീഗ് 1 കിരീടം ഏറെക്കുറെ PSG ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം 11 പോയിന്റിന്റെ ലീഡ് അവർക്കുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ PSG വിജയിക്കുകയും മൊണാക്കോ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്താൽ PSG ലീഗ് 1 കിരീടം സ്വന്തമാക്കും. കൂടാതെ കോപ്പ ഡി ഫ്രാൻസിന്റെ ഫൈനലിൽ PSG എത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് അവരുടെ എതിരാളികൾ. ഇങ്ങനെ 4 കിരീട സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട്. ഈ 4 കിരീടങ്ങളും തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും ക്വാഡ്രപ്പിൾ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതൊരു മോട്ടിവേഷൻ ആണ്. ഈ ക്ലബിന്റെയും നഗരത്തിന്റെയും ചരിത്രത്തിൽ ഇടം നേടാനുള്ള ഒരു വഴിയാണ് അത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതാണ്. ഏത് ശൈലിയിൽ അതിലേക്ക് എത്തിച്ചേരാം എന്നതാണ്. ഞങ്ങൾക്ക് ഇനിയും 8 മത്സരങ്ങൾ ബാക്കിയുണ്ട്. എല്ലാ മത്സരങ്ങളിലും ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ഞങ്ങൾ പോരാടും. തീർച്ചയായും ഇതെല്ലാം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒരു കിരീടം ഇതിനോടകം തന്നെ ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ലീഗ് കിരീടം ഞങ്ങൾക്ക് ഉറപ്പാക്കണം. കൂടാതെ ഒരു ഫൈനൽ ഞങ്ങളെ കാത്തിരിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. ഇതാണ് PSG പരിശീലകനായ എൻറിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ലീഗ് 1 നടക്കുന്ന മത്സരത്തിൽ PSG കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ലോറിയന്റ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ ഒരു മത്സരം നടക്കുക. നിലവിൽ 11 പോയിന്റിന്റെ കൃത്യമായ ലീഡുമായാണ് ഈ മത്സരത്തിന് വേണ്ടി ഇപ്പോൾ PSG വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.